ഇരിക്കാൻ ശ്രമിക്കും. ഓക്കെ, അത് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുഹൈന, കോഴിക്കോട് ജില്ലയിൽ എളേറ്റിൽ വട്ടോളിയാണ് വീട്. ഇപ്പോൾ ഞാൻ ഒരു 1 year ആയിട്ട് റെമഡിയേഷൻ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം ലൈഫ് കോച്ചായിട്ട് മാറിയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഹാപ്പിനെസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പറ്റുന്നവരൊന്ന് വീഡിയോ ഓൺ ചെയ്യുക. ഇത് ശരിക്കും ഞാൻ ഇവിടുന്ന് ഒരുപാട് സംസാരിക്കുന്നതിലപ്പുറമായിട്ട് നമുക്കിതൊരു ഇന്ററാക്റ്റീവ് സെഷനാക്കി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മാം ഇവർക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളെ സെഷന് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയാണോ? ചാറ്റ് ബോക്സ് ഉപയോഗിച്ചോളൂ കേട്ടോ. റെഡിയാണോ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിച്ചിരിക്കുന്നത്? കമന്റ് ചെയ്യാം ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട്. യെസ്, ഹാപ്പിനെസ്. ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ നമ്മളെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഹാപ്പിനെസ്സിനെ നമുക്ക് മാക്സിമം ഒബ്സർവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. അപ്പൊ ഈ ശരിക്കും ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീലിംഗ്, അല്ലെ ഹാപ്പി എന്നുള്ള ഫീലിംഗ് ശരിക്കും അതിന്റെ പ്യുവർ ആയിട്ടുള്ള ഡയമെൻഷൻ എന്താ വെച്ചാൽ നമ്മളിൽ തന്നെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള ഒരുപാട് റിസോഴ്സുകൾ ഉണ്ട്. നമ്മൾ പലപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടേണ്ടി വരും, അതല്ലെങ്കിൽ നമ്മൾക്ക് ചില വ്യക്തികൾ വേണ്ടി വരും. അവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആവൂ എന്നൊന്നുമില്ല. നമ്മളെ കയ്യിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഹാപ്പി ആവാനുള്ള ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ നമ്മളെ ചോയ്സ് ആണ്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണോ അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെട്ടിരിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ചോയ്സ് ആണ് ശരിക്കും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ എന്താണ് ശരിക്കും റിയൽ ഹാപ്പിനെസ് എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ സങ്കടത്തിന്റെ കാരണങ്ങളും, അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് ഹാപ്പിനെസ് എങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാന്നുള്ള കുറച്ച് ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം, ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വൈ വി വൺ ഹാപ്പിനെസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തിനാണ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകളുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അല്ലെ? പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോയിൽ വരുമോ? നിങ്ങളെ കണ്ട് സംസാരിക്കുന്നതും കാണാതെ സംസാരിക്കുന്നതും തമ്മിൽ വീഡിയോ ഓൺ ചെയ്തോ? സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, ലേഡീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്താൽ ഒന്നുകൂടെ നമുക്കൊരു സപ്പോർട്ടീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതിന്റെ, അല്ലെങ്കിൽ അത്തരം ആളുകളുടെ ഗുണങ്ങൾ. അതായത് ഒന്നാമത് പറയുന്നത് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആളുകളുടെ സ്കിൻ എപ്പോഴും നല്ല ഗ്ലോ ആയിരിക്കും എന്നാണ് പറയുന്നത് അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നവരെ? നമ്മളെ ചുറ്റും നല്ല ഹാപ്പിനെസ്, ചില വ്യക്തികൾ ഉണ്ടാവും, ചില ഐക്കണായിട്ട് നിൽക്കുന്നവരുണ്ടാവും. എന്തായിരിക്കും, നമുക്കിപ്പോ 2 പേരുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഈ 2 പേരുണ്ടെങ്കിൽ ഒരാൾ നല്ല ഹാപ്പി അല്ലാതെ, അല്ലെങ്കിൽ പുഞ്ചിരിച്ചോണ്ടൊന്നും അല്ലാതെ സംസാരിക്കുന്ന ആളും, മറ്റേ ആൾ നല്ല പിന്നെ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ആളും, നമുക്ക് ആരോട് സംസാരിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക? ആരോട് സംസാരിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക? നമ്മളായിട്ട് കൂടുതൽ ഒന്നുകൂടെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മളോട് പുഞ്ചിരിച്ചോ സംസാരിക്കുന്നവരെ അവരോട് സംസാരിക്കാനായിരിക്കും നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക അല്ലെ? അപ്പൊ അത്തരം ആളുകളിൽ എപ്പോഴും എന്തുണ്ടാവും, അവരുടെ സ്കിൻ എപ്പോഴും ഗ്ലോ ആയിരിക്കും. അതുപോലെ അവരുടെ ആയുസ്, അവരുടെ പിന്നെ ലൈഫ് എക്സ്പെൻസ് കുറച്ച് കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നവരുടെ. അതുപോലെ തന്നെ അവർക്ക് നല്ല ഡിസിഷൻ മേക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് എപ്പോഴും കഴിവുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ
പിന്നെ അവരുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാം അല്ലെ. നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിൻ ഏറ്റവും ലോ റേഞ്ചിൽ അതിന്റെ പിന്നെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ബ്രെയിനും നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നവരുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അവരെപ്പോഴും നല്ല എനർജറ്റിക് ആയിരിക്കും. ശരിക്കും ഈ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ള ഒരു ലെവൽ തന്നെയാണ് ശരിക്കും ഈ ഹാപ്പിനെസിന്റെ പീക്ക് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളിലേക്ക്, ഞാൻ ഇവിടെ പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് നമുക്കൊരു വീട് വെക്കണം. അപ്പൊ ആ വീട് വെക്കാനുള്ള ഫിനാൻഷ്യൽ ആയിട്ട് നമ്മുടെ കയ്യിൽ കുറെ ക്യാഷും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് ഒരു കാര്യം കിട്ടി അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല, പിന്നെ നമ്മൾ അടുത്തേ തെരഞ്ഞു പോവുക ചെയ്യാം. ഇനി അടുത്ത എന്താണ് എനിക്ക് ഹാപ്പി ആവാനുള്ളത്. അപ്പൊ ഒന്ന് കിട്ടി, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് തപ്പും. എനിക്ക് ഇനി അടുത്ത് എന്താണ് കിട്ടാനുള്ളത്, അതിൽ അല്ലെങ്കിൽ ഉള്ളതിൽ തന്നെ ഞാൻ ഇതിൽ ഹാപ്പി അല്ല, എനിക്ക് ഇനിയും വേണം. അങ്ങനത്തെ ഒരു ത്വര ആയിരിക്കില്ല എപ്പോഴും മനുഷ്യനുണ്ടാവാം. അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ എന്റെ ലൈഫിൽ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഓരോരുത്തരും എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിൽ ആർക്കാണ് ഞാൻ ഏറ്റവും അല്ലെങ്കിൽ 100% എന്റെ ലൈഫിൽ ഞാൻ ഹാപ്പി ആണ് എന്ന് പറയുന്നവരൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് പറയണേ. എന്റെ ലൈഫിൽ ഞാൻ 100% ഹാപ്പി ആണ് എന്ന് പറയുന്നവർ. നിങ്ങൾ ആരും ഹാപ്പി അല്ലേ നിങ്ങളെ ലൈഫിൽ? 100% പറയാൻ പറ്റുന്നില്ല എന്നാണോ? അങ്ങനെ പറ്റില്ലല്ലോ മാം. എന്തായാലും അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് നമുക്ക് എന്തായാലും ഒരു വിഷമങ്ങളൊക്കെ വരുമല്ലോ. 100% പറയാൻ വേണ്ടി പറ്റൂല, എങ്കിലും നിങ്ങൾക്ക് മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റാറില്ലേ? പറ്റാറുണ്ട്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ശരിക്ക് നമുക്ക് ഒരുപാട്, നേരത്തെ നബീല മാം, ജാസ്മിൻ മാം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാവുക, നമുക്ക് ഒരുപാട് നല്ല നല്ല വസ്ത്രങ്ങൾ ഉണ്ടാവുക, നമ്മൾ ആഗ്രഹിച്ച ഫുഡ് കഴിക്കുക, നമ്മളെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുക, ഇത് മാത്രമൊന്നും അല്ല ശരിക്കും ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ. ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, സിമ്പിൾ നമ്മളെ ലൈഫിൽ നമ്മൾ പിന്നെ ശീലിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ശരീരത്തിൽ ഈ ഫീൽ ഗുഡ് ഹോർമോൺസ് എന്ന് പറഞ്ഞ ഹോർമോൺസ് ഉണ്ട്. അതായത് സെറാട്ടോണിൻ, ഡോപ്പമൈൻ, എൻഡോഫിൻ, ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള 4 തരം ഫീൽ ഗുഡ് ഹാപ്പിനെസ് ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഉള്ളിൽ അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പറയുന്നത് അല്ലേ. ശരിക്കും പിന്നെ ഈ ഓക്സിറ്റോക്സിൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ഹോർമോൺസിനെ കുറിച്ചിട്ട് ഒരുവിധം ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഫീൽ ഗുഡ് ഹോർമോൺസിനെ കുറിച്ചിട്ട്. നമ്മൾ ചെറിയ കുഞ്ഞു കുട്ടികളെ കൂടെ കളിക്കുന്ന സമയത്ത്, നമ്മൾ സൂര്യപ്രകാശം കൊള്ളുന്ന സമയത്ത്, അതുപോലെ ജസ്റ്റ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി പച്ച പുല്ലിലേക്ക് നോക്കുന്ന സമയത്ത്, നല്ലൊരു ഫുഡ് കഴിക്കുന്ന സമയത്ത്, ഈ സമയത്തൊക്കെ നമ്മളെ ശരീരത്തിൽ ഈ ഹാപ്പിനെസ് ഹോർമോൺസ്, അതുപോലെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെ, ഇത്തരം സമയങ്ങളിലൊക്കെ നമ്മുടെ ശരീരത്തിൽ ഹാപ്പിനെസ് ഹോർമോൺസ് ക്രിയേറ്റ് ആക്കപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും, അതുപോലെ തന്നെ നമ്മളെ എനർജി കൂട്ടും. ഈ എനർജി കൂടിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മളെ ഫേസിലൊക്കെ എപ്പോഴും ഒരു ഹാപ്പിനെസ് ഫീലിങ്സ് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ നമുക്ക് നോക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത്. ലൈഫ് ആവുന്ന സമയത്ത് സന്തോഷം മാത്രമല്ലല്ലോ നമുക്ക് ഉണ്ടാവുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ സ്റ്റേജിലൂടെയും കടന്നു പോകും. കുറെ സങ്കടങ്ങൾ ഉണ്ടാവും, കുറെ പ്രയാസങ്ങൾ ഉണ്ടാവും, കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. ഘട്ടത്തിൽ കുറച്ച് സന്തോഷങ്ങളും ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമുക്ക് ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അൺഹാപ്പിയുടെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും പറയാൻ പറ്റുമോ? നിങ്ങളെ ഓപ്ഷനാണ്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാട്ടോ. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാല് സങ്കടം ഉണ്ടാവുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കാര്യം നടന്നിട്ടില്ലെങ്കിൽ ആ സമയത്ത് ഇപ്പൊ സങ്കടം ഉണ്ടാവും. പിന്നെ ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെയാണോ ഫേസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഹാപ്പിനെസ്സും പിന്നെ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, താങ്ക് യു മാം.
ആദ്യം പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ, ഇപ്പൊ വ്യക്തികളാവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളാവാം, അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവുക, അല്ലേ? നമ്മളിപ്പോ ഒരു മനുഷ്യനാണെങ്കിൽ ഇവൻ നമ്മളെ ഭർത്താക്കന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ ഒരു പെരുമാറ്റോ അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസോ അല്ലെങ്കിൽ ആ ഒരു കണക്ഷനോ നമുക്ക് കിട്ടാതെ പോകുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് സങ്കടം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വാങ്ങിക്കാനോ അനുഭവിക്കാനോ നമുക്ക് പറ്റാതിരിക്കുന്ന സമയത്തും നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, കഴിഞ്ഞു പോയ കാര്യത്തിൽ ചില മനുഷ്യന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ അവർ ഇന്നത്തെ ഈ പ്രസന്റിൽ അവർ ഹാപ്പി ആവാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടാവും കറന്റ് കണ്ടീഷനിൽ. പക്ഷെ അവർക്ക് അവരുടെ ലൈഫിൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയ പല സങ്കടങ്ങളോ നിരാശകളോ ഒക്കെ ഉണ്ട്. അത് ഓർത്ത് ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, അല്ലെ? ആ പാസ്റ്റിനെ പറ്റി ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നവര്. അതുപോലെ തന്നെ ഭാവിനെ പറ്റിയിട്ട് ആലോചിച്ച് എന്റെ ഭാവി എന്താവും, അല്ലെങ്കിൽ എന്റെ കുട്ടിന്റെ ഭാവി എന്താവും, അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ ഭാവി എന്താ, ഇങ്ങനെ ഭാവിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതും നമ്മളെ ഒരു അൺഹാപ്പിനെസ്സിന് കാരണമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലെ പ്രയാസങ്ങൾ, നമ്മുടെ നമ്മൾ ജീവിതം സമയത്ത് പല പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തും നമുക്ക് അൺഹാപ്പി ആയിരിക്കും നമ്മൾ, അല്ലേ? ശരിക്കും ഈ ഇത്തരം പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തും നമ്മൾ വലിയ ചെലവില്ലാതെ ക്യാഷ് മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് പുഞ്ചിരിച്ച് സംസാരിക്കുക, ഈ പെറ്റ്സിന്റെ കൂടെ ഒക്കെ കളിക്കുക, അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, ഡ്രസ്സ്, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഹോബീസ് അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ് കീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഹാപ്പിനെസ് ഓട്ടോമാറ്റിക് ആയിട്ട്, ഹാപ്പിനെസ് ഹോർമോൺസ് ക്രിയേറ്റ് ആക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളിൽ ഹാപ്പിനെസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിക്കൂല. നമ്മൾ എന്തൊക്കെയോ തിരക്കിലാണ്. രാവിലെ എഴുന്നേൽക്കുക, കിച്ചണിൽ അങ്ങോട്ട് പോവുക, അത് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞാൽ അടുത്ത നീയത്ത് നമ്മൾ വെക്കുകയാണ്, ഉച്ചക്കത്തേക്കുള്ളത് വൈകുന്നേരത്തേക്കുള്ളത്. ഈ ഒരു തത്രപ്പാടിലാണ് മനുഷ്യന്മാർ. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ നമുക്ക് സമയമില്ല. പക്ഷെ എന്നാലും എല്ലാവരും ബിസിയാണ്. അതോടൊപ്പം തന്നെ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമ്മളിൽ തന്നെ ഉണ്ട് ഹാപ്പിനെസ് എന്നാണ് പറഞ്ഞു വരുന്നത്. അതിൽ നമുക്ക് പെർമനന്റ് ആയിട്ട് നമ്മുടെ ഹാപ്പിനെസ് നിലനിർത്താൻ നമുക്ക് ഒരു 4 പോയിന്റ്സുകൾ ഉണ്ട്. 4 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പെർമനന്റ് ആയിട്ട് നമുക്ക് ഹാപ്പിനെസ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാന്നാ പറയുന്നത്, അല്ലെ? അപ്പൊ അതില് ഫസ്റ്റ് വണ്ണ് പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് കേൾക്കാത്തവർ എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പിൽ കുറവായിരിക്കും, അല്ലെ? അതായത് നമുക്ക് എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് ദൈവം അല്ലെങ്കിൽ നമ്മളെ പഠിച്ച റബ്ബ് നമുക്ക് എന്താണോ തന്നത് അതിൽ നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക. അതിൽ നമ്മൾ ബ്ലെസ്ഡ് ആണ്. നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ്. അതിന് നമ്മൾ ദൈവത്തിനോടോ അല്ലെങ്കിൽ നമ്മുടെ റബ്ബിനോടോ നമ്മൾ നന്ദി പറയാം. നമുക്ക് ആരെന്ത് തന്നാലും അതിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹാബിറ്റ് നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് ഈ ഹാപ്പിനെസ് ഉണ്ടാവും. നമുക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, എന്തുണ്ടെങ്കിലും എനിക്ക് ഇല്ലാത്തത് എന്താണ് എന്ന് തപ്പി നടക്കുന്നവരായിരിക്കും അധികം ആളുകളും, അല്ലെ? പക്ഷെ ഹീലിംഗ് സോണിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അതിൽ അടിയുറച്ചവരാണ്. എന്താണോ ഉള്ളത് ഉള്ളതിനെ മാത്രം പറ്റി ചിന്തിക്കുന്നവരാണ്. ഇല്ലാത്തതിനെ പറ്റിയിട്ടുള്ള ഒരു ടെൻഷൻ അവർക്ക് ഉണ്ടാവില്ല. ഇല്ലാത്തതാണെങ്കിൽ അതെനിക്ക് റബ്ബ് തരാൻ ഉദ്ദേശിച്ചതായിരിക്കില്ല എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ചിലരൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ പോലെ ഇങ്ങനത്തെ ക്ലാസ്സുകളോ ട്രെയിനിങ്ങുകളോ ഒന്നും അവയർനെസ് സെഷൻസുകളോ ഒന്നും കിട്ടാത്തവരാണെങ്കിൽ അവരെപ്പോഴും തേടിക്കൊണ്ടൊക്കെ ഇല്ലാത്തതിനെ പറ്റിയിട്ടായിരിക്കും അവർക്ക് വേവലാതി ഉണ്ടാവും. അപ്പോൾ ഉള്ളതിൽ നമ്മൾ ഹാപ്പി ആയിട്ട് സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉള്ളതിൽ നമ്മൾ ബ്ലെസ്ഡ് ആണ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് ലൈഫ് ലോങ് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പറയുന്നത്. അതുപോലെ തന്നെ ലിവ് ഇൻ പ്രസന്റ്, നമ്മൾ ഇന്നിൽ ജീവിക്കുക എന്നുള്ളത്. ചില മനുഷ്യന്മാരുണ്ടാവില്ല, അവരെപ്പോഴും പാസ്റ്റിലായിരിക്കും, അതല്ലെങ്കിൽ അവർ ഫ്യൂച്ചറിലായിരിക്കും. ഇന്നത്തെ ആ ഒരു മൊമെന്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇന്ന് എന്താണോ എനിക്ക് ഹാപ്പി ആവാനുള്ളത് അതിനെ ചികഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് പറ്റും, ലൈഫ് ലോങ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. ചില മനുഷ്യന്മാരുണ്ടാവും, ശരീരം ഒരു സ്ഥലത്താണെങ്കിൽ മനസ്സ് വേറൊരു സ്ഥലത്തുണ്ടാവും, അല്ലെ? നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരെ പറ്റി ആലോചിച്ചുള്ള ടെൻഷനിലേക്ക് നമ്മൾ, അവരെന്തായി, മക്കൾ വന്നോ, ഭർത്താവ് വന്നോ, അവിടെ ഫുഡ് ആക്കിച്ച് അവരെടുത്ത് കഴിച്ചോ, അമ്മായിയും എന്തായി, അമ്മൂച്ചൻ എന്തായി എന്നുള്ള ചിന്ത ഉണ്ടാവും ചിലർക്ക്. അതുപോലെ തന്നെ നമ്മളൊരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവില്ല, നമ്മൾ വേറെ എവിടേക്കോ ആയിട്ടുണ്ടാവുക. ചിലപ്പോൾ ഇന്നലെ കഴിഞ്ഞു പോയ ആ മരണത്തിന്റെ ആ ഒരു ഫീലിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അതല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് പ്രയാസം തരുന്ന പല വിഷയങ്ങളിലായിരിക്കും നമ്മൾ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ശരീരം മാത്രം ഉണ്ടാവും, മനസ്സ് വേറെ എവിടേക്കോ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കും എന്ത് പറ്റില്ല, ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് പെർമനന്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്നിൽ ജീവിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ മൂന്നാമത്തെ ഒരു ഹാബിറ്റ് ആണ് ലൈഫിൽ നമ്മൾ എക്സസൈസ്.
ശീലിക്കുക എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു 24 മണിക്കൂറിൽ ഒരു 10 മിനിറ്റ് എന്നെങ്കിലും നമ്മൾ എക്സസൈസ് ശീലിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അധിക സ്ത്രീകൾക്കും പറ്റില്ല. ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, കിച്ചണിൽ 24 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മൾ എക്സസൈസ്. കിച്ചൺ ഇപ്പൊ വീടുകളൊക്കെ അങ്ങനെയാണല്ലോ. ഈ എന്താ പറയാ, നമ്മളെ അടുക്കള ഭാഗവും കൊലായി ഭാഗവും ശരിക്കും ഒരു ഫോണിന്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു വണ്ടി വരെ വേണ്ടി വരും. അത്രയും ലോങ് ആയിരിക്കും. അപ്പൊ ഇവരെ വിചാരം എന്താണ്, എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇത് മതി ഞങ്ങൾക്ക്, ഈ രാവിലെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്ന ഒരു എക്സസൈസിന്റെ ഭാഗം. ശരിക്കും അവിടെ നമ്മൾ വിറക്കുന്നൊന്നുമില്ല. എന്റെ അടുത്ത് ചിലരൊക്കെ അങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അവരെ തിരുത്തലുണ്ട്. അത് ശരിക്കും എക്സസൈസ് അല്ല. നമ്മൾ ശരിക്കും ഒരു ഇന്റൻഷൻ വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുറച്ച് വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതാണല്ലോ ശരിക്കും എക്സസൈസ് എന്ന് പറഞ്ഞാൽ. ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂടി, നമ്മളെ എനർജി ലെവൽ കൂടിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഹാപ്പിനെസ് ഹോർമോൺസ് അവിടെ ഇങ്ങനെ ക്രിയേറ്റ് ആക്കും. അതും നമ്മളെ ലൈഫ് ലോങ് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ പ്രോബ്ലം ഇൻ പ്രൊജക്റ്റ് എന്ന് പറയും. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വരുന്ന സമയത്തും നമ്മൾ അധികവും അങ്ങനെയാണ്. നമുക്കൊരു സന്തോഷമുള്ള സംഭവമാണെങ്കിൽ നമ്മൾ അതിന് പ്രശ്നം എന്നായിരിക്കും പറയാം, അല്ലെ? അപ്പൊ എന്താണോ നമ്മളെ പ്രോബ്ലം, ഇപ്പൊ പ്രയാസങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത ലൈഫ് ഒന്നും ഒരാൾക്കും സാധ്യമല്ല. ഇനിയിപ്പോ ഒരാൾ പറയാണ് ഞാൻ 100% ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. 100% ഹാപ്പി ആയിട്ട് ഒരു മനുഷ്യന് ലോകത്ത് ഇരിക്കാൻ വേണ്ടി പറ്റില്ല. എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ അവർക്ക് ഉണ്ടാവുമെങ്കിലും അവർക്ക് ഉള്ളതിൽ അവർ ഹാപ്പി ആണെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും. പക്ഷെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്താണ് എന്റെ പ്രശ്നം എന്ന് അവർ ആദ്യം ആലോചിക്കണം. ആ പ്രശ്നത്തിനെ എങ്ങനെ എനിക്ക് ഓവർകം ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ച് അതിന്റെ ഫസ്റ്റ് ഒരു ബേബി സ്റ്റെപ്പ് എടുത്തിട്ട് അതിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അവർക്ക് ആ പ്രശ്നത്തിന് ശരിക്കും എന്താ പറയാ, നമുക്ക് ഊരിപ്പോരാൻ പറ്റുക എന്ന് പറയലുണ്ടല്ലോ. അപ്പം പിന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നത്തിനെ പറ്റി ആലോചിക്കുക, ആ പ്രശ്നത്തിന് എങ്ങനെ ഓവർകം ചെയ്ത് വരാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന സമയത്തും അവർക്കൊരു അവിടെ ഒരു സമാധാനത്തിന്റെയും അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസിന്റെയും ഒരു പീക്ക് ലെവലിൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ് പറഞ്ഞത്. അതിലൂടെ നമുക്ക് ലൈഫ് ലോങ് പെർമനന്റ് ആയിട്ട് ഹാപ്പിനെസ് കണ്ടെത്തി ജീവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലേ? അപ്പോ ഇവിടെ ഉള്ളവരൊക്കെ അവിടെ ഇല്ലേ? നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും കാണുന്നില്ല കേട്ടോ. വീഡിയോ ഏതായാലും ഓൺ ചെയ്തിട്ടില്ല. ഇവിടെ ഉണ്ട് മാം, കേട്ടോണ്ടിരിക്കുക. ഓക്കെ, കേട്ടോണ്ടിരിക്കുന്നു. ജാസ്മിൻ മാം ആണ് സംസാരിക്കുന്നത്. അല്ല, സമീഹ. ഓക്കെ. അല്ല, ഈ മാം പറയുന്ന കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്. മാം പറയുന്ന രണ്ടാമത്തെ വിഷയങ്ങളിൽ ഞാൻ ഏകദേശം അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ എന്റെ മനസ്സിലുള്ളത്. കാരണം നമ്മൾ ഏതിനെ കുറിച്ചും കൂടുതൽ ചിന്തിച്ച് അതിനെക്കുറിച്ച് ടെൻഷൻ ആവാറില്ല. നമുക്ക് എന്താണോ ഉള്ളത് അത് നമുക്ക് സംഭവിക്കേണ്ടത് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ചിന്തയാണ് എപ്പോഴും. നമുക്ക് വരാനുള്ളത് നമുക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷെ ആ വന്നുകൊണ്ടിരിക്കുന്ന എന്താണെങ്കിലും അതിനെ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് നമുക്ക് വരുന്നതെല്ലാം നമുക്ക് തന്നെ വരണം. ആ ഒരു ചിന്ത. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഒരു ബുദ്ധിമുട്ടും പടച്ചവൻ തരില്ല. ആ ഒരു വിശ്വാസം എപ്പോഴും മനസ്സിലുള്ളത് കൊണ്ട് നമുക്ക് ഹാപ്പിനെസ് ഇല്ലാന്നോ ഇല്ല എങ്കിൽ ചെറുതായിട്ട് ഹാപ്പിനെസ്. നമുക്ക് എപ്പോഴും അങ്ങനെ ഇരിക്കാനും പറ്റില്ല. രണ്ടും കൂടെ കലർന്ന് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് പിന്നെ ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് നമുക്കത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വണ് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നമ്മൾ എഴുതുക എന്നുള്ളത്. കേട്ടിട്ടുണ്ടാവില്ലല്ലോ ഇതില്. ഈ പ്ലാറ്റ്ഫോമിൽ ഒരുവിധം ആളുകളൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള വേർഡും അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്നുള്ള വേർഡൊക്കെ കേട്ടവരായിരിക്കും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് നമുക്ക് ഒരു ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന് എന്തൊക്കെയാണോ അനുഗ്രഹങ്ങൾ, അറ്റ്ലീസ്റ്റ് ഒരു 5 ഗ്രാറ്റിറ്റ്യൂഡ് എന്നെങ്കിലും അല്ലെങ്കിൽ 5 ബ്ലെസ്സിങ്സ് എങ്കിലും നമുക്ക്. അപ്പൊ നമുക്ക് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് നമ്മൾ നിസ്കാരങ്ങളും നമ്മുടെ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് ഒരു പേപ്പറോ ഒരു പെന്നോ ഒക്കെ എടുത്തിട്ട് നമുക്ക് എഴുതാം. എനിക്ക് ഇന്ന് കണ്ണ് തുറക്കാൻ വേണ്ടി പറ്റി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഈ പ്രകൃതിയെ കാണാൻ വേണ്ടി പറ്റി, അല്ലെങ്കിൽ എന്റെ പാരന്റ്സിനെ കാണാൻ വേണ്ടി പറ്റി, ഭർത്താവിനെ കാണാൻ വേണ്ടി പറ്റി, അല്ലെങ്കിൽ എന്റെ വിരലുകൾ അനക്കാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് ബ്ലെസ്സിങ്സുകൾ നമുക്ക് നമ്മൾ പഠിച്ചാൻ തന്നിട്ടില്ല. അപ്പൊ അതിൽ ഒരു 5 എണ്ണം തന്നെങ്കിലും ഡെയിലി നമ്മളൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആണെന്നുള്ള ഒരു ഫീലിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യാം. നമുക്ക് പലപ്പോഴും ഈ സ്ത്രീകൾക്ക് മടിയായിരിക്കും. എക്സസൈസ് എവിടുന്ന് ചെയ്യും? ഈ 10-40 വയസ്സൊക്കെ ആകുമ്പോൾ ഈ എക്സസൈസ് ചെയ്യാൻ നമ്മൾ റൂമിൽ പോവണ്ടേ? ഇനിയിപ്പോ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഇനി എക്സസൈസ് തന്നെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ മദർ ഇൻ ലോ വീട്ടിലുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും?
അല്ലെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവ് എന്താ ഈ വയസ്സുകാലത്ത് ഇപ്പൊ എക്സസൈസും കൂടി ചെയ്യായിട്ടാണ് മരിക്കാനായിരിക്കുന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ഡയലോഗുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. എങ്കിലും നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് അതിനൊരു സ്കില്ല് വേണം. അത് നമ്മൾ ശരിക്കും അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മളൊരു എന്താ പറയാ, നമ്മൾ ചില സ്ഥലങ്ങളിൽ ബോൾഡായിട്ട് നിൽക്കേണ്ടടുത്ത് ബോൾഡായിട്ട് തന്നെ നിൽക്കേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരുടെ അങ്ങനെ പറയാം. ആരെങ്കിലും അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരടുത്ത് തുറന്ന് പറയാം, ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ഇല്ല ഞാൻ ചെയ്യുന്നില്ലേ, ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ മാറ്റി വെക്കും. ആ ഒരു എന്താ പറയാ, ആ ഒരു ഹാബിറ്റ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പൊ ശരിക്കും എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ബോഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എനർജി ലെവൽ കൂടി, അതുപോലെ തന്നെ നമുക്ക് പീരീഡ്സ് സംബന്ധമായിട്ടുള്ള ഇറഗുലേഷൻസുകൾ, ഡിസോർഡേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ സോൾവ് ആക്കപ്പെടുകയും അത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് ഈ എക്സസൈസിലൂടെ പിന്നെ നികത്താൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താ പറയാ, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് നമ്മളൊരു 5 മിനിറ്റ് എന്നെങ്കിലും ഒരു ദിവസം, ഒരു 24 മണിക്കൂറിൽ ഈ മോർണിംഗ് ടൈമിലൊക്കെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ ഇരുന്നാൽ കണ്ണടച്ചിട്ട് നമ്മളെ ബ്രീത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മളെ ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മളൊരു ശാന്തമായിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഫീല് നമ്മൾ നിന്ന് കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു ശാന്തത ഉണ്ടാവും. കുറേ പ്രശ്നം ശരിക്കും നമ്മളൊരു സ്ട്രെസ് ഫ്രീ ആവുമെന്ന് പറയുന്നുണ്ട് മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഹാപ്പിനെസ് കിട്ടും. ശരിക്കും ഒരുപാട് സ്വർണ്ണം ഉണ്ടാവുക, വലിയ വീട് ഉണ്ടാവുക, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വണ്ടികൾ ഉണ്ടാവുക, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും, ഇതൊന്നും അല്ല. ഇതൊക്കെ ഉള്ളവർക്കും ചില സംഗതികളൊന്നും ഇല്ലാതിരിക്കും. അവര് ഭയങ്കര സ്ട്രെസ്സിലായിരിക്കും. പക്ഷെ ഉള്ളതിൽ ആനന്ദം കണ്ടെത്തുന്ന, മറ്റുള്ളവരെ സഹായിക്കാം, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ പുറമെ കാണുന്ന എക്സ്റ്റേണൽ വേൾഡിൽ കാണുന്ന സംഭവങ്ങൾ മാത്രമൊന്നുമല്ല ഹാപ്പിനെസ്. നമ്മുടെ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മളിലുണ്ട്. നമ്മൾ എന്താണോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് എന്താണോ ഉള്ളത് അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ ഫുള്ളി ഹാപ്പി ആയിരിക്കും. അല്ലെ? ചില ആളുകളോട് നമുക്ക് എത്ര സംസാരിച്ചാലും മതിയാവില്ല. കാരണം എന്തായിരിക്കും, അവർക്ക് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല. പക്ഷെ അവര് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ഹാപ്പിനെസിന്റെ ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നുണ്ട്. അവരെ മുഖത്ത് നോക്കിയാൽ നമുക്ക് എത്ര സംസാരിച്ചാലും നമുക്ക് മതിയാവില്ല. അവരെ കൂടെ എത്ര ടൈം സ്പെൻഡ് ചെയ്താലും നമുക്ക് മതിയാവില്ല. അതെന്തുകൊണ്ടായിരിക്കും? അവര് സംസാരിക്കുന്ന സമയത്ത് അവര് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒന്നും പറയില്ല. അവർക്ക് എന്താണോ ഉള്ളത് അതിൽ ഹാപ്പി ആയിട്ട് അവര് സ്വയം സന്തോഷിക്കും, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുകയും ചെയ്യും. അത്തരക്കാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനായിരിക്കും നമുക്ക് ഇഷ്ടം. അതേസമയം നമ്മൾ ഒരാളുടെ അടുത്തൊരു കാര്യം പറഞ്ഞ്, ഒരു പ്രയാസം പറഞ്ഞ്, അതിനേക്കാൾ വലിയ പ്രയാസം ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവരോട് എന്തെങ്കിലും പറയാനുള്ള മൂഡ് ഉണ്ടാവുമോ? നമ്മളെ സമാധാനിപ്പിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക, അല്ലെ? അപ്പം അത്തരം ആളുകളൊക്കെ മാക്സിമം എന്തായിരിക്കും, അവർക്കുള്ളതിൽ അവര് ഹാപ്പിനെസ് കണ്ടെത്തിയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്നവരായിരിക്കും. ഓവറോൾ പറയുന്നത്, നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് നമുക്ക് സന്തോഷിക്കാനുള്ള മരുന്നുകൾ. പക്ഷെ നമ്മൾ അതിന് ഇറങ്ങണമെന്നേ ഉള്ളൂ. ഇപ്പൊ ഒരുവിധം എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷനിൽ ഒരുവിധം സ്ത്രീകളൊക്കെ ഒന്നുകൂടി ഒന്ന് അവെയർ ആയിട്ടുണ്ട്. സ്വന്തം സെൽഫ് ലവിന്റെ കാര്യത്തിലാണെങ്കിലും, പിന്നെ ഇനി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവേണ്ട കാര്യത്തിലാണെങ്കിലൊക്കെ ഒരുവിധം സ്ത്രീകളൊക്കെ പുറത്തിറങ്ങി പഠിക്കാനും, അവർ സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാനും, അവരുടെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇപ്പം ചില സ്ത്രീകൾക്കൊക്കെ ബോധമുണ്ട്. പക്ഷെ ഇതിന് മുന്നേ ഉള്ള കുറെ ജനറേഷനിലൊക്കെ വെച്ചാൽ അവരെ സമയത്തിന് മറ്റുള്ളവർക്ക് വേണ്ടി കൊന്നതും, അല്ലെങ്കിൽ അവരുടെ ബോഡി ഒന്നും കെയർ ചെയ്യാത്ത രീതിയിലൊക്കെ ജീവിച്ച് അങ്ങ് മരിച്ചു പോയാലൊക്കെ ഉണ്ടാവും. ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്നവരില്ല എന്നുള്ളതല്ല കേട്ടോ, എങ്കിലും കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്റെ സന്തോഷം എന്താണോ, എന്റെ സ്കിൽ എന്താണോ അതിൽ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും, എന്റെ പാഷൻ എന്താണോ അതിനെ എൻഹാൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിന്റെ സ്റ്റെപ്പുകൾ ഞാൻ എടുത്തു കഴിഞ്ഞാലൊക്കെ, നേരത്തെ ജാസ്മിൻ മാം പറഞ്ഞ പോലെ അവർക്കുള്ള സ്കില്ല് അവർ കണ്ടെത്തിയത് കൊണ്ട് അവരിന്ന് ഈ സ്റ്റേജിലെത്തി. അതുപോലെ തന്നെ സ്ത്രീകളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും. അത് കണ്ടെത്തുക, അതിൽ നമ്മൾ വർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മളേതായ ഒരു ഫ്രീഡവും നമ്മളേതായ ഒരു ഏർണിങ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടാതിരിക്കുന്ന സമയത്താണ് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുകയും നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ഏർണിങ്സുകൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഒരു 10 രൂപ വേണമെങ്കിൽ നമ്മൾ ഭർത്താവിന്റെ അടുത്ത് ചോദിക്കേണ്ട, നമ്മളെ പാരന്റ്സിന്റെ അടുത്ത് ചോദിക്കേണ്ട. നമ്മളെ സ്വന്തം ക്യാഷ് ഉണ്ടെങ്കിൽ, നമ്മളെ എനർജി ഉപയോഗിച്ചിട്ട്, നമ്മളെ സ്കില്ല് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു 10 രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ അത് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, അത് കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്, അല്ലെ? അപ്പൊ നമ്മളെ എനർജിയും നമ്മളെ എഫേർട്ടും ആണല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്കൊരു സ്ത്രീ എന്ന ആ ഒരു ലെവലിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും അവസരങ്ങളുണ്ട്. നമുക്ക് ഇറങ്ങാനും നമുക്ക് വർക്ക് ചെയ്യാനും മടിയായതുകൊണ്ടാണ്.
അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ഞാൻ ആദ്യം അങ്ങനെയാ ഞാൻ വിശ്വസിച്ചത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചിലായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ആദ്യമൊക്കെ. കാരണം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയാണ്, സ്ത്രീകൾ ആരും ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ മോശക്കാരായി പോകുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ ഈ പിങ്ക് ജോബിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാ കാര്യത്തിലും മാറ്റങ്ങൾ വരാനും അതുപോലെ ഓരോ അറിവുകൾ കിട്ടാനും തുടങ്ങിയപ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. അടിപൊളി. ഓക്കെ, അതായത് ജാസ്മിൻ മാം പറഞ്ഞല്ലോ, അവർക്കറിയാം ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിൽ അവർ എന്തെല്ലാം കാര്യങ്ങൾ മാനസികമായിട്ട് അനുഭവിക്കുന്നുണ്ടാന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ അവര് സെൽഫ് സഫിഷ്യന്റ് ആവാൻ വേണ്ടിയിട്ട് ഓരോ സ്ത്രീകളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ചെയ്യുന്ന കാര്യം വലിയൊരു സർവീസ് തന്നെയാണ്, ഒരിക്കലും വിലമതിക്കാൻ പറ്റാത്ത. അപ്പൊ ഏത് സ്ത്രീയാണ് അവര് കാരണം വിജയിക്കുന്നത്? അവരുടെ പ്രാർത്ഥനയിൽ എന്നും ഇവർ ഉണ്ടാവും എന്നുള്ളതാണല്ലോ. അതാണ് നമ്മളെ ലൈഫ് കൊണ്ടൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം മാക്സിമം എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് പുല്ലിലേക്ക് നോക്കിയിരിക്കുകയും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും നമ്മളെ സ്കില്ല് നമ്മൾ വർക്ക് ചെയ്യും, നമ്മളേതായ രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കുകയും ഇതൊക്കെ ചെയ്യുന്ന സമയത്തും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നാണ് ഓവറോൾ പറഞ്ഞു വരുന്നത്. അപ്പോ നിനക്ക് ഞാൻ ഈ ഒരു ഇത്രയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കാം. എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ചിട്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് നെഗറ്റീവും പറയാം, പോസിറ്റീവും പറയാം. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പറയൂ. അതിനുശേഷം പിങ്ക് ജോബ് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുകയും ചെയ്യാം. മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും ഇവിടെ ഇവര് തന്നിട്ടുണ്ട്. അടിപൊളി എന്ന് പറയുമ്പോ അതൊക്കെ നമ്മൾ കേട്ടിട്ട് മടുത്ത സാധനമാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി? അടിപൊളിയിൽ എന്തെങ്കിലും കൂട്ടിയിട്ട് പറയും. അത് തന്നെ. ഇപ്പൊ മാം പറഞ്ഞ ഓരോ സംഭവങ്ങളും ഞാനിങ്ങനെ എന്റെ ലൈഫിലൂടെ ഞാനിങ്ങനെ ശരിയാണ് ആ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. ഇപ്പോ എക്സർസൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞ സമയത്ത് പണ്ടുള്ള സ്ത്രീകൾ പറയും, ഞാൻ എന്റെ വീട്ടിൽ ആടുണ്ട്, കോഴിയുണ്ട്, കാക്കയുണ്ട്, താറാവുണ്ട്, ഞാൻ അതിന്റെയൊക്കെ പുറകെ നോക്കുന്നല്ലോ, അങ്ങനെ ഇങ്ങനെ, ഇനി അതിനുവേണ്ടി പ്രത്യേക സമയങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് വെറുതെ ഒരു ചെയറിൽ പിടിച്ചിട്ട് വന്ന് 2-3 പുഷപ്പ് പോലെ എടുത്താലും മതി. അതൊക്കെ തന്നെയാണ്. അതിൽ തുടങ്ങാം, ചെറുതിൽ തുടങ്ങാം. ഇപ്പൊ എക്സർസൈസ് എന്നൊക്കെ പറയുമ്പോ ആളുകൾ ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ കയറിയിട്ട് പോയി അങ്ങ് 2-3 ഇതൊക്കെ എടുത്തിട്ടേ ലാസ്റ്റ് വലിയ വെയിറ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ ആകെ ഇതായി ശരീരം മേലെ വേദന കൊണ്ട് കിടന്നു പോകും. അതോടെ ചിലപ്പോ നിർത്തിക്കളയും. അങ്ങനെയല്ല, ചെറുതിൽ തുടങ്ങാം. ഇപ്പോ നമുക്ക് യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സൂംബ പോലുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ അത് ആദ്യം ചെറുത് ചെയ്യുക, പിന്നെ കുറച്ചുകൂടി ഒരു 5 മിനിറ്റിൽ തുടങ്ങുക, പിന്നെ 10 മിനിറ്റ് ആക്കുക, പിന്നെ 15 മിനിറ്റ് ആക്കുക. അത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ മനസ്സിന് വരെ ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു എക്സർസൈസ് എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ ചെയ്യണം. ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ഈ വെക്കേഷൻ ടൈമിൽ നല്ല തിരക്കായി പോയി. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. പിറ്റേന്ന് മുതൽ എനിക്ക് സുഖമില്ലാതെ കിടന്നിട്ട് ഇന്നലെയാണ് ഞാൻ എഴുന്നേറ്റത്. അപ്പൊ അത്രയും ദിവസം കിടന്നു പോയപ്പോൾ എനിക്ക് ബെഡിൽ അങ്ങനെ കിടക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോ ചിലര് കിടന്ന അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മള് അങ്ങനെ കിടക്കാൻ പാടില്ല. പിന്നെ ഈ എല്ലാരും പറയുന്നു കുറച്ച് റെസ്റ്റ് എടുക്കാൻ അള്ളാഹുവായിട്ട് തന്നതായിരിക്കും അസുഖം എന്ന്. പക്ഷെ അങ്ങനെ അസുഖം തന്നിട്ട് റെസ്റ്റ് നമുക്ക് വേണ്ട. റെസ്റ്റ് എടുക്കണമെങ്കിൽ നല്ല ബോഡിയിൽ നല്ല ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർത്ത് ഇതിനിടയ്ക്ക് 10 മണിക്ക് എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്ന ഒരു ഗൾഫിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു അരമണിക്കൂർ ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് പിന്നെ ഫുഡും കഴിച്ചിട്ട് നിസ്കരിച്ചിട്ട് ഇതിലേക്ക് വന്നിരുന്നത്. അപ്പൊ അതിന് എല്ലാത്തിനുള്ള സമയം നമുക്ക് 24 മണിക്കൂർ എന്ന് പറയുന്നത് ഇഷ്ടം പോലെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടിയ സാധനമാണ്. പണമാണെങ്കിൽ പലർക്കും പല രീതിയിലായിരിക്കാം. ഫുഡ് ആണെങ്കിൽ പലർക്കും പല രീതിയിൽ. ഇപ്പൊ കളർ തന്നെ ഇപ്പൊ സുസൈന മേനന്റെ നിറമൊന്നും എനിക്കില്ല. അതിൽ അള്ളാഹു നമ്മളോട് പാർഷ്യാലിറ്റി കാണിച്ചു. അപ്പൊ പക്ഷെ 24 മണിക്കൂർ എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഒരേപോലെ കിട്ടിയാണ്. അതിനെ നമ്മള്
പീസ് ആക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു പോയാലേ നല്ല ഭംഗിയിൽ കാര്യങ്ങൾ നടന്നു പോകും. അപ്പോ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ക്ലാസ് ഒന്ന് വെറുതെ കേട്ടു പോകാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം പറഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യമേ ചെയ്യുമായിരുന്നെങ്കിലും അത് അതിൻ്റെതായ രീതിയിൽ ചെയ്തത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇതിൽ വന്നതിന് ശേഷമാണ്. ഹീലിംഗ് സോണിന്റെ ഒരു ഫ്രീ ആയിട്ടൊരു അത് ആരാ എനിക്ക് ഇങ്ങനെ അയച്ചതെന്ന് ഞാൻ കയറിയതാണ്. അങ്ങനെ അതിലൂടെ കുറെ കാര്യങ്ങൾ പഠിച്ചു. അത് തന്നെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പഠിച്ച കാര്യങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഒരുപാട് ഇതിലേക്കൊക്കെ എത്തിപ്പെടുന്നത് തന്നെ. അപ്പോ ഈ പറയുന്ന ഇവരെല്ലാവരും ഇതിൽ വന്ന ഓരോ ലേഡീസും ഒന്നിനൊന്ന് മെച്ചമാണ്. പക്ഷെ ചിലർക്കൊന്നും എന്താണ്, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എനിക്കൊരു കഴിവുമില്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരാണ്. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഒരു 4 കുട്ടികൾ ജോയിൻ ചെയ്തതിൽ ഒന്നൊരു വീട്ടമ്മയാണ്. അവള് പുറത്ത് പോയി പഠിക്കാനുള്ള ഇതില്ല. പക്ഷെ ആ കൊച്ചിന് ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഇതിൽ നോക്കിയിട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പഠിക്കും, പൈസ കൊടുത്ത് പഠിക്കണ്ട, ഓരോന്നോരോന്നായിട്ട് അത് പഠിക്കുക, അത് പഠിച്ചിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കും. അതൊക്കെ യൂട്യൂബിലുണ്ടല്ലോ, ആരെങ്കിലും പഠിക്കുമോ? നമ്മൾ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും യൂട്യൂബിലുള്ളതാണ്. പക്ഷെ അവിടെ സംശയം ചോദിക്കാനോ ഒന്നിനും ഒരാളില്ല. അപ്പൊ നമ്മൾ ചെറിയ എമൗണ്ടിൽ നമ്മൾ ക്ലാസ്സുകൾ വെക്കുക, ആ പൈസ കൊടുത്ത് തന്നെ ഇതിന്റെ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുക. ഞാൻ ആദ്യം അങ്ങനെയാണ് ചെയ്തത്. എനിക്കൊരു കലിഗ്രാഫി പഠിപ്പിച്ചു തുടങ്ങിയതാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ തുടങ്ങിയതാണ് സത്യം പറഞ്ഞാല്. അപ്പോഴാണ് എനിക്ക് കഴിയുമെന്നൊരു തോന്നൽ എനിക്ക് വന്നത്. അതുവരെ ഞാനും ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ടൊരു മൂലിക്കാത്തിരുന്നതാണ്. അവിടെ മുതൽ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു കുട്ടി ഇങ്ങനെ പഠിപ്പിച്ചു തരും, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തായാലും ഞാൻ എഫേർട്ട് എടുക്കണം, എന്തുകൊണ്ട് ഇതെനിക്കൊരു വരുമാനം ആക്കിക്കൂടാന്ന് ചിന്തിച്ചപ്പോഴാണ് ശരിക്കും ഞാൻ അതിനെ ഒരു 250 രൂപയ്ക്ക് വാട്സപ്പിൽ കൊടുത്തു. ലാസ്റ്റ് ഈ റെക്കോർഡ് ക്ലാസ്സുകൾ അയച്ചു കൊടുത്തു. പിന്നെ ഒരു കുട്ടിക്ക് 1000 രൂപ വെച്ച് ലൈവിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് പിള്ളേര് പഠിപ്പിച്ചവര് തന്നെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ പഠിപ്പിച്ച അതേ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് അവര് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് എഴുതി വിറ്റിട്ടൊക്കെ. പിന്നെ ഞാനത് നിർത്തി. 1.5 വർഷത്തോളം അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ പിങ്ക് ജോബിലൊക്കെ വന്ന് പിന്നെ കുറെ ബിസി ആയപ്പോ അതങ്ങ് നിർത്തി. കാരണം എനിക്ക് ഒരു പിടിവള്ളി എപ്പോഴും വേണം. ക്യാഷ് എന്തെങ്കിലും രീതിയിൽ എനിക്ക് വേണം. കാരണം എനിക്ക് പഠിക്കണം. പഠിക്കാൻ പറ്റാത്തത് ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. അതോടുകൂടി പിന്നെ എല്ലാം സ്റ്റോപ്പായി. ഒരു സാധാരണ ഒരു വീട്ടമ്മ എന്ന നിലയിൽ കൂപ്പുകൂട്ടിപ്പോയി. അതോടുകൂടി എല്ലാം സ്റ്റോപ്പായി. പിന്നെ വീണ്ടും അപ്പൊ എനിക്കൊരു പിടിവള്ളി എപ്പോഴും വേണം. അപ്പൊ ഇപ്പൊ കിട്ടിയ പിടിവള്ളി എന്ന് പറഞ്ഞാൽ പിങ്ക് ജോബാണ്. ഇതിൽ പിടിച്ചുകൊണ്ട് നിന്നാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിക്കുന്നതായാലും. അപ്പൊ നമുക്ക് ഫീസ് അടയ്ക്കാനായാലും എന്തിനായാലും എന്തെങ്കിലും ഒരു സോഴ്സ് വേണം. കാരണം കിട്ടുന്ന ക്യാഷ് കംപ്ലീറ്റ് എന്റെ ഹസ്ബൻഡ് ചോദിച്ചിട്ടില്ല, അതിൽ നിന്ന് കിട്ടിയ പൈസ എവിടെ, നീ എന്ത് ചെയ്തു, ഒന്നും ചോദിച്ചിട്ടില്ല. പുള്ളി ചെയ്യാനുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. വീട്ടു ചെലവ് എനിക്ക് നോക്കണ്ട. അപ്പൊ ആ കിട്ടുന്ന ക്യാഷ് മൊത്തം ഞാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഞാൻ പുള്ളിയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്റെ ആവശ്യങ്ങൾക്ക് ഞാൻ പുള്ളി ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്റെ ആവശ്യങ്ങളൊക്കെ നേടുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ പിങ്ക് ജോബിലേക്ക് എന്നെ ഫൈസൽ സാറ് കൊണ്ടുവന്നത്. പിന്നെ സാറിന്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ജോലി, ഒരു കമ്മ്യൂണിക്കേഷൻ കോച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്ടംപോലെ ആൾക്കാരിലേക്ക് ഞാൻ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒന്ന് കാണാതെ വന്നാൽ ഒരു ഗ്രൂപ്പിൽ ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ അപ്പോഴും വിളി വരും, എവിടെ പോയി, എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെയാണ്. അതുപോലെ എല്ലാവർക്കും സാധിക്കും. ആദ്യം നമ്മൾ ഈ നമ്മുടെ ആ ഒരു കംഫർട്ട് സോൺ അതൊന്ന് പൊളിച്ചെറിയാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. അതെല്ലാവർക്കും കഴിയുന്ന ഒന്നാണ്. പക്ഷെ എങ്ങനെ എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം. അപ്പൊ എല്ലാവർക്കും ഇതുപോലെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഒന്ന് സംസാരിക്കാൻ തയ്യാറാവാം. ഈ ക്ലാസ് എങ്ങനെയുണ്ട്, ഇനി ഇതൊന്നും ഇല്ലാത്തവര് എങ്ങനെ തുടങ്ങും? ഞാൻ ഫീഡ്ബാക്ക് പറഞ്ഞു. കേൾക്കാം. ഞാൻ മിൻസിയാണ് കേട്ടോ. മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് സംസാരിച്ചു കേട്ടോ. നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് പ്രധാനമായ കാര്യം അല്ലേ. നമുക്ക് വേണ്ടി സമയം കണ്ടെത്താത്ത ആൾക്കാരാണ് അധികം പേരും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണോ ഉള്ളതിൽ അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം അല്ലേ. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ അതിനെ കുറിച്ചൊക്കെ ഒന്നും പറഞ്ഞു തന്നു. മാഷാഅല്ലാഹ് ഡെയിലി സന്തോഷം കിട്ടാനുള്ള കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അൽഹംദുലില്ലാഹ് നല്ലൊരു ക്ലാസ് ആണ് കേട്ടോ. താങ്ക് യു. അതുപോലെ Thank you, തന്നെ സുഹൈന. രണ്ടാമത്തെ സെഷൻ ആണല്ലോ അല്ലേ. എങ്ങനെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാട്ടോ ലാസ്റ്റ്.
പിന്നെ ഇന്നത്തെ ഹാപ്പിനെസ് എന്ന ടോപ്പിക് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും എവിടെയും ജോലി ചെയ്യുകയാണെങ്കിലും വീട്ടിലെ ജോലി ചെയ്യുകയാണെങ്കിലും ഇപ്പോ പ്രെയർ ഏത് വിഷയമാണെങ്കിലും നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വർക്കിലും നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയും. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങളും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകും. പ്രയാസങ്ങളില്ലാത്ത ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾക്ക് ലൈഫിൽ സന്തോഷം മാത്രമാണ്, പക്ഷെ ആ സന്തോഷത്തെ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയണമെങ്കിൽ അതിനിടയ്ക്ക് പ്രയാസങ്ങൾ വരുമ്പോഴാണ് സന്തോഷത്തിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഈ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇത് എനിക്ക് സക്സസിലേക്കുള്ള ഒരു റൂട്ടാണ്, ഇതിലൂടെയാണ് ഞാൻ പോവേണ്ടത്. അതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാണ്ടാവും. ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പിന്നെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ, അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് ഒരു അഡ്വൈസ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. അതുപോലെ പിങ്ക് ജോബ് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ആരോ. പിങ്ക് ജോബ് എന്ന് പറയുന്നത് ഒരു നാപ്കിൻ കമ്പനിയാണ്. അതായത് കോഴിക്കോട് ആസ്ഥാനമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു നാപ്കിൻ ബ്രാൻഡ്. അതിന്റെ പ്രമുഖ ബ്രാൻഡ് പേരെന്ന് പറയുന്നത് ഫെയർവിങ്സ് എന്നാണ്. ഇതിൽ 4 ഐറ്റം പാഡും പിന്നെ മെഡിഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷേവിംഗ് സെറ്റുമാണ് ഇതിനകത്ത് വരുന്നത്. അതിലൊരുപാട് ഗുണങ്ങളുള്ള പാഡാണ്. അതായത് നമ്മുടെ വയറുവേദന മറ്റ് പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് മാറും. അത് കാരണം അതിനകത്തൊരു ആനയോൺ സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഈ വേദന മാറുന്നത്. ഈ ആനയോൺ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ വേദന മാറുന്നത്. അത് നമ്മുടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് അതിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ ശരീരത്തിന്റെ വേദന, അതുപോലെ ഈ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് പുറത്തേക്ക് പോവാത്തൊരവസ്ഥ, ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ മാറ്റാനായിട്ട്, അതായത് അതിന്റെ കൂടെ തന്നെ ഈ വേദനകൾ മാറുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് വർത്തിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്. നമ്മുടെ സെറാട്ടോണിന്റെ ഉത്പാദനമൊക്കെ വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്തുണ്ടാകുന്ന മൂഡ് ചേഞ്ചിനൊക്കെ ഒരു മാറ്റം വരും നമ്മുടെ ഈ പാഡ് യൂസ് ചെയ്യുമ്പോൾ. അങ്ങനെ കുറെ ബെനിഫിറ്റ് ഇതിനകത്തുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ ഈ ആനയോൺ സ്ട്രിപ്പ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ഈ ആനയോൺ അത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സംഭവമാണത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വയറുവേദനയൊക്കെ കുറയുന്നത്. പിന്നെ മെഡിഫിറ്റ് എന്ന് പറയുന്നത് അത് സ്ത്രീകൾക്കും പുരുഷന്മാരും ഇപ്പൊ യൂസ് ചെയ്തിട്ട് കൊള്ളാമെന്ന് പറയുന്നുണ്ട്. ഈ സ്ത്രീകൾ കൊടുത്തിട്ട് തന്നെ അവരുടെ ഭർത്താക്കന്മാർ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോ അത് നമുക്ക് കൈകാലുകളിലേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ പ്രയർ പാർട്ടിലേക്ക് ഹെയർ റിമൂവ് ചെയ്യാൻ നല്ല എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഞാൻ തന്നെ ഒരെണ്ണം 6 മാസത്തിലേറെയായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് നമുക്ക് റീയൂസ് ചെയ്യാം. സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, ചൊറിച്ചിലോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഇതാണ് മെഡിഫിറ്റ് എന്ന് പറയുന്ന ഷേവിംഗ് സെറ്റ്. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഒപ്പം നമുക്ക് മറ്റുള്ളവരോട് ഇത് പറഞ്ഞാൽ, ഇത് ഇപ്പൊ നമുക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ചൊറിച്ചിൽ മാറുന്നുണ്ട്, വയറുവേദന കുറയുന്നുണ്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരാളോട് പറയും. അപ്പൊ അവരത് വാങ്ങിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ബിസിനസ് ആക്കി മാറ്റാം. നിങ്ങൾക്ക് ഡയറക്റ്റ് സെല്ലറായിട്ടോ റീസെല്ലറായിട്ടോ ഒക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യാം. പിന്നെ MRP റേറ്റിന് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാനും സാധിക്കും. അപ്പൊ അത് എങ്ങനെയൊക്കെയാണെന്നുള്ള സെയിൽസ് ട്രെയിനിങ്ങും മറ്റൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസത്തെ ക്ലാസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇന്നത്തത് കൂടാതെ തിങ്കളാഴ്ച നമ്മുടെ മൊത്തത്തിലുള്ള ടീമിന്റെ മീറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ചൊവ്വാഴ്ച നമ്മുടെ ഇതിന്റെ ക്ലാസ്. സാധനം കയ്യിലുണ്ടോ? നബില മാമുമായിട്ട് നിങ്ങൾ ഇതാക്കിയാൽ ഇപ്പൊ കാണിക്കാനാണോ? ഇപ്പൊ എന്റെ കയ്യിലില്ല. ഞാന് നബില മാമ് സുഹൈല മാമിന് അതിന്റെ പിക്ചർ വിട്ടുകൊടുക്കും. അപ്പോഴത് അയച്ചു തരും. അപ്പൊ ജസ്റ്റ് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു തരും. പിന്നെ അത് പല സ്ത്രീകളും ഇപ്പൊ ചിലർക്കൊന്നും സംസാരിക്കാൻ വലിയ കഴിവൊന്നും ഉണ്ടാവില്ല. അവര് എന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടംപോലെ കോണ്ടാക്ട് കാണും. ഈ നമ്മുടെ ഇതില് ഒരു ഷഹനാസ് മാം എന്ന് പറയുന്ന മാം ഉണ്ട്. അധികം അങ്ങനെ സംസാരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ഇപ്പോ ഇതില് മീറ്റിങ്ങിലൊക്കെ കയറി തുടങ്ങിയപ്പോ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഞാനത് മാക്സിമം ഈ ആൾക്കാരിലേക്കൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ ഇതിന്റെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റപ്പ് അയച്ചു കൊടുക്കും. അല്ലാതെ തന്നെ ഞാൻ സ്റ്റാറ്റസ് വെക്കും. അപ്പൊ സ്റ്റാറ്റസ് കണ്ടിട്ട് ആളുകൾ എന്താണെന്ന് ചോദിക്കും. അപ്പൊ അവർ സ്ഥിരം ചെയ്യും. ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ന് ചിലപ്പോൾ കാണാത്തോളം നാളെ കാണും. ചിലപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സ്റ്റാറ്റസ് ചിലപ്പോൾ എല്ലാവരും കണ്ടോളണമെന്നില്ല. അപ്പൊ എല്ലാ ദിവസവും വെക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഡെയിലി വെക്കുമ്പോൾ ഇത് ഇന്നും കാണുന്നുണ്ടല്ലോ എന്താ എന്ന് എഴുതിയിട്ടെങ്കിലും ചോദിക്കാൻ വരും. അപ്പോൾ
നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് അവർ ചെയ്യുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഈ ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവരത് ചെയ്തു. ഒരുപാട് പേര് 200 സംതിങ് ആൾക്കാരിലേക്ക് അയച്ചപ്പോൾ 5 പേര് എൻക്വയറി ചെയ്തു. അപ്പൊ അത്രയും ആൾക്കാരിലേക്ക് നമ്മൾ ബൾക്കായിട്ട് അയക്കുമ്പോഴായിരിക്കും 5 പേര് എൻക്വയറി ചെയ്യുന്നത്. ആ 5 പേരിൽ ചിലപ്പോൾ 2 പേരായിരിക്കും നമ്മളായിട്ട് നല്ല രീതിയിൽ അസോസിയേറ്റ് ചെയ്യുന്നത്. ആ 2 പേരെ വെച്ച് നമുക്ക് നമ്മുടെ ബിസിനസ് മാക്സിമം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തിങ്കളാഴ്ചത്തെ ക്ലാസ്, അതുപോലെ ചൊവ്വാഴ്ച, പിന്നെ വരുന്നത് ബുധനാഴ്ച നമ്മുടെ ടീമിൽ എല്ലാവരും, അതായത് റീസെല്ലേഴ്സിന്റെയും കസ്റ്റമേഴ്സിന്റെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്. പിന്നെ വെള്ളിയാഴ്ച ദിവസം എന്താണ് പിങ്ക് ജോബ് എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ക്ലാസ്. അപ്പൊ അതിൽ വന്നാൽ നിങ്ങൾക്ക് അതിന്റെ പ്രോഡക്റ്റും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് കമ്പനിയുടെ പ്രൊഫൈലും സംഭവങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഇതില് എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല, ഷെയർ ചെയ്യാൻ നോക്കാനും പറ്റൂല. അപ്പൊ അതാണ് പ്രോഡക്റ്റ്. ആരുടെയും കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കോ? സലീന മാം കയ്യിലുണ്ടോ പ്രോഡക്റ്റ്? അത് ഒന്ന് കാണിക്കോ? പാക്കറ്റ് ഒന്ന് കാണിച്ചാൽ മതി. നമ്മൾ ഒരുപാട് കമ്പനിയുടെ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പോ പ്രമുഖമായിട്ട് കിട്ടുന്ന കുറേ അധികം ബ്രാൻഡുകളുണ്ട്. അത് യൂസ് ചെയ്താലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പൊ അതിന്റെ കോട്ടിംഗ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്. അപ്പൊ ഈ പ്ലാസ്റ്റിക് കോട്ടിങ്ങിൽ നമ്മുടെ ശരീരത്തിലുള്ള ചൂട് ബ്ലഡും കൂടെ കലരുന്ന സമയത്ത് ഡയോക്സൈൻ എന്ന് പറയുന്ന ഒരു വാതകം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതൊരു വിഷപദാർത്ഥമാണ്. അത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികളെ നമുക്ക് നോക്കിയാൽ, ഇപ്പോ ഗൈനക്കിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ ഗർഭിണികളെക്കാൾ കൂടുതലായിട്ട് കാണുന്നത് ഈ ഗർഭാശയ രോഗങ്ങളുമായിട്ട് പോകുന്ന സ്ത്രീകളെയാണ്. കാരണം പണ്ട് കാലങ്ങളില് ഗർഭിണികളുടെ കൂട്ടത്തിൽ പ്രായമായ ഒരാൾ പോകുമ്പോൾ നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കുക, ഇവരെന്തിനാ ഇവിടെ കാണിക്കാൻ വന്നതെന്ന് വിചാരിച്ചിരിക്കും. കാരണം അവർക്ക് ഗർഭാശയ സംബന്ധമായ അസുഖമായിരിക്കും. പക്ഷെ ഇന്ന് അങ്ങനെ അല്ല. ഇന്ന് ഒരുപാട് പ്രായമായ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം ഈ പറയുന്ന സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു വിഷപദാർത്ഥം കൊണ്ടുണ്ടാവുന്ന അതിന് ഒരു കാരണം, ഒരുപാട് കാരണങ്ങളിൽ ഒന്ന്, ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഒരുപാട് ലേഡീസ് ഇപ്പൊ ഗൈനക്കിൽ വരുന്നുണ്ട്. അപ്പൊ അവിടെ തന്നെ ഞാൻ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പം ഈ പറയുന്ന പോലുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോ ഈ ബ്ലാക്ക് കളറിൽ ബ്ലഡ് വരുന്നത്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, അത് ഒന്നുകിൽ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ വരാം, 2 നമ്മുടെ എൻഡ്രിയോമെട്രിസിന്റെ കട്ടി കൂടുതലാണെങ്കിൽ അങ്ങനെ വരാം, 3 നമ്മുടെ സെർവിക്കൽ ക്യാൻസർ ഉണ്ടെങ്കിലും അങ്ങനെ വരാം. 3 കാരണമാണ് ഈ ഒരു ബ്ലാക്ക് കളറിൽ ബ്ലഡ് പോലെ വരുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ സംഭവങ്ങളുടെ ഉപയോഗം, പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ ആയി, ഈ സംബന്ധമായ അസുഖമൊക്കെ ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ ഒരു അവസ്ഥ. അപ്പൊ ലേഡീസ് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഈ ക്വാളിറ്റി കുറഞ്ഞ പ്ലാസ്റ്റിക് കോട്ടിങ് കൊണ്ടുള്ള ഉപകരണങ്ങളുടെയൊക്കെ ഉപയോഗം കൊണ്ടാണ്. അതൊക്കെ ഒരു കാരണങ്ങളിൽ നമ്മളെ ഈ സെർവിക്കൽ ക്യാൻസർ വരുന്നതിന്റെ കാരണങ്ങളിൽ ഒരു കാരണമായിട്ട് പറയുന്നത് നമ്മളുടെ വില കുറഞ്ഞ നാപ്കിനാണ്. അപ്പൊ അവിടെ നമുക്കൊരു സുരക്ഷിതത്വം അവര് തരുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഉണ്ടായാൽ അവർ പരാതി പറയാൻ പോലും, ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡോക്ടറെ പോയി കാണിക്കും, ഓയിൽമെന്റ് വാങ്ങിയിടും, അത്ര തന്നെ. പിന്നെ നമുക്ക് ഇവിടെ അതേസമയം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എന്ത് വന്നാലും നമുക്കിവിടെ ആളുണ്ട്, നമുക്ക് തന്ന ആൾക്കാരോട് നമുക്ക് പരാതി പറയാം, തന്നവർക്ക് നേരിട്ട് കമ്പനിയിൽ വിളിച്ചിട്ട് പറയാം. പക്ഷെ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഒരു കേടും ഇല്ല എന്നുള്ളത് അത് ഉറപ്പ് തരുന്നതിനോടൊപ്പം നമുക്കിത് ബിസിനസ് ആക്കാനും പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ബ്രാൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ സലീന മാം അതൊന്ന് കാണിക്കും എന്റെ. കാണുന്നുണ്ടോ? ഇതാണ് ഫെയർവിങ്സിന്റെ എക്സ്ട്രാ ലാർജ് ആണ് കാണിക്കുന്നത്. 6 പാഡ്സ് ആണ് അതിനകത്ത് വരുന്നത്. ഇതാണ് ആനയോൺ അല്ലേ? ആനയോണിന്റെ അല്ലേ? ആനയോണിന്റെ പാക്കറ്റ് അതെ. അതിലും ഇത് അൾട്രാത്തിനാണ്. അൾട്രാത്തിൻ. ഓക്കെ. അത് പൊട്ടിച്ചതില്ലല്ലേ? മെഡിഫിറ്റിന്റെ ഷേവിംഗ് സെറ്റ് ആണ്. അതിലൊരു ചെറിയ ക്യാപ്പ് പോലെ ഉണ്ട്. അത് നമുക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ട് ആ ക്യാപ്പ് ഇട്ടെന്ന് വെച്ചിരുന്നാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്റെ സിസ്റ്ററിന് ഞാൻ കൊടുത്തത്, അവളും പറഞ്ഞു 6 മാസമായി, എനിക്ക് ഒരു കുഴപ്പമില്ല,
പുറത്തു വന്ന് വെച്ചിട്ടുണ്ട്, അകത്തു വന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും 6 മാസം ഇത് ഓപ്പൺ ചെയ്തിട്ട്, പക്ഷെ ഇന്ന് വരെ ഒരു പ്രോബ്ലം ഇല്ല, ഒരു ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ ഇല്ലാന്ന് മാത്രമല്ല, അത് വേറെ മൂർച്ചയ്ക്ക് മങ്ങലേറ്റിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ തുരുമ്പിക്കുകയോ അങ്ങനെ ഒരു പ്രശ്നവും വന്നിട്ടില്ല എന്നാണ് അവളും പറഞ്ഞത്. ഇവർക്ക് തന്നെ നല്ല നല്ല അനുഭവങ്ങളുണ്ട്. ഇപ്പൊ സലീന മാമിന് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളവരാണ്. അവർക്ക് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫെയർവിൻസ്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചോ? അപ്പോ ഇന്ന് മുതൽ നമുക്ക് 2025 നമുക്ക് തുടങ്ങി കഴിഞ്ഞു അല്ലേ? നമ്മുടെ ഗോൾ സെറ്റിംഗ്സിൽ നമ്മുടെ ഡെയിലി ഹാബിറ്റുകളൊക്കെ മാറ്റുക, അതിനെ കുറിച്ചൊക്കെ ഒന്ന് എഴുതി വെക്കുക. ജേണൽ എഴുതുന്ന കൂട്ടത്തിൽ ഞാൻ ഇന്ന് 10 മിനിറ്റ് എക്സർസൈസ് ചെയ്തു. അപ്പൊ അതിന് കാരണം സുഹൈന മാം നമ്മുടെ പെങ്കു ജോബൊക്കെ തന്നെ ആയിക്കോട്ടെ അല്ലെ? നമ്മുടെ 2025 ഫസ്റ്റ് ക്ലാസ് ആണ്. സുഹൈന മാമിന്റെ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് 35ാമത്തെ സെഷൻ ലീഡ് ചെയ്തു എന്ന് മാത്രമല്ല, ഈ വർഷത്തെ ഫസ്റ്റ് ക്ലാസ്സും കൂടെയാണ്. ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ഈ ഒരു സുന്ദരമായ ഈ ഒരു വർഷം തുടങ്ങുന്നത്, നമ്മുടെ പിങ്ക് ജോബ് തുടങ്ങുന്നത് സുഹൈന മാമിന്റെ ക്ലാസ്സോട് കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. സുഹൈന മാം ഒന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെയധികം എന്താ പറയാ, ഹൃദയത്തിൽ തട്ടിയ ഒരു ക്ലാസ് ആണ്. കാര്യം നമ്മുടെ ഹാപ്പിനെസിന്റെ കാര്യം പറഞ്ഞതില് നമ്മൾ ഉള്ളതിൽ സന്തോഷപ്പെട്ട് തൃപ്തിപ്പെട്ട് നമുക്ക് എന്താണോ ഉള്ളത് അതിൽ സന്തോഷം കണ്ടെത്തിയാൽ നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ ഇന്നത്തെ സമൂഹത്തില് അതാണ് ആളുകൾക്ക് ഇല്ലാത്തത്. കാര്യം നമുക്ക് ഉള്ളതിനേക്കാളും മറ്റുള്ളവർക്ക് എന്തുണ്ടെന്നാണ് ആളുകൾ നോക്കുന്നത്. അത് മാത്രമല്ല, അത് നമുക്ക് നേടിയെടുക്കണം, ഉണ്ടാക്കണം. ആ ഒരു ചിന്താഗതി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് പകുതി ഡിപ്രഷൻ എന്ന് പറയുന്ന ആ ഒരു ഇത് നമുക്ക് മാറി കിട്ടും. മെയിനായിട്ട് എനിക്ക് ജോബിലോട്ട് വരുന്ന മുമ്പേ എനിക്ക് ഒരു ഗോൾ സെറ്റിങ്ങും ഇല്ല. എന്തോ ഒരു ജോബ് ചെയ്യണം, എന്തെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം. ഞാൻ ജാസ്മിൻ മാമിനെ 2 ദിവസം മുമ്പ് സുഖമില്ലാതിരുന്ന് വിളിച്ചപ്പോഴ് ഞാൻ ജാസ്മിൻ മാമിന്റെ അടുത്ത് കാര്യമായിട്ട് പറഞ്ഞു. കാര്യം എനിക്ക് ഒരു ഇതും ഇല്ലായിരുന്നു ജാസ്മിൻ മാം. എന്ത് ഗോൾ സെറ്റിംഗ് ആണെന്നോ, അല്ലെങ്കിൽ ഗോൾ സെറ്റിംഗ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്ത് എഴുതണം, എനിക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവും ഇല്ലായിരുന്നു. എന്തോ ഒരു ജോലി എന്തെങ്കിലും ഒന്ന് കിട്ടണം, എന്തെങ്കിലും ഒന്ന് പൈസ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നുള്ളൂ. വേറെ ഇതല്ല, നല്ല രീതിയിൽ തന്നെ എന്തെങ്കിലും ചെയ്യണം. പക്ഷെ എനിക്കൊരു പ്രത്യേകിച്ച് ഒരു ഗോൾ സെറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, നമ്മുടെ ഒരു ലക്ഷ്യമൊന്നും ഇല്ലാതിരുന്നിട്ട് എന്ത് ചെയ്യാനാ? പൈസ ഉണ്ടാക്കണം. പക്ഷെ നമ്മൾ ആ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളത് എനിക്ക് ഈ പിങ്ക് ജോബിലെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. എന്തിനു പറയുന്ന, എന്റെ ഹസ്ബൻഡ് എന്നെ കല്യാണം കഴിച്ച നാള് തൊട്ടേ ആള് കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട് എല്ലാം. പക്ഷെ ഞാനതിങ്ങനെ ശ്രദ്ധിക്കും. പക്ഷെ ആള് കറക്റ്റ് ആയിട്ട് എല്ലാം എഴുതുന്നുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴ് ഞാനിങ്ങനെ ഈ ക്ലാസ്സുകൾ കാര്യമൊക്കെ കേട്ടപ്പോ ഞാൻ ഇക്കടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇക്ക ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പിങ്ക് ജോബിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേ ഈ വർഷത്തിൽ ഇങ്ങനെ ഇന്നതാണ്, ഇനി അടുത്ത വർഷം ഇങ്ങനെ ചെയ്യണം, ഇന്ന ചെയ്യണം. അപ്പൊ നോക്കുമ്പോ ആ എഴുതി വെക്കുന്ന കാര്യങ്ങളൊക്കെ ആളിന്റെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ഞാനിങ്ങനെ മക്കളെ വളർത്തുന്നു. പക്ഷെ എനിക്ക് പഠിക്കണം, പഠിക്കാനൊക്കെ പോയി എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല, എന്തോ ഒരു ഇതിൽ അങ്ങ് പോവുകയാണ്. പക്ഷെ ജാസ്മിൻ മാം പറഞ്ഞ കണക്ക് ഇപ്പൊ പിങ്ക് ജോബ് എനിക്കൊരു പിടിവള്ളിയാണ്. എന്ന് വെച്ചാല് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ചെറിയൊരു ഏണിങ്സ് ആണെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ഒരു ജോബ് ചെയ്തു. പക്ഷെ അതൊരു ഫ്ലോപ്പ് ആയി പോയി. അതിനുശേഷം ഞാൻ 6 മാസം കഴിഞ്ഞ് ഇതിൽ വന്നിട്ട് ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. എനിക്കൊരു ചെറിയ രീതിയിലാണെങ്കിലും ഏണിങ്സ് കിട്ടുന്നുണ്ട്. എനിക്ക് മനസ്സിന് നല്ല സന്തോഷവും ഉണ്ട്. നല്ല കാര്യം കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കുകളൊക്കെ നല്ലതാണ്. നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ്, എല്ലാരും കൊടുത്തവരൊക്കെ നല്ല ഫീഡ്ബാക്ക് ആണ് പറയുന്നത്. അപ്പൊ ഈ 2025 ഞാനും ഗോൾ സെറ്റിംഗ് എഴുതി വെച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇൻഷാ അള്ളാ അടുത്ത വർഷം ആവുമ്പോഴത്തേക്കും നല്ലൊരു രീതിയിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഏതായാലും നല്ലതായിരിക്കട്ടെ എന്ന് വിചാരിക്കും. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ്സിന്. രീതിയിലുള്ള ഉയർച്ചയും വളർച്ചയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ഫീഡ്ബാക്കും മറ്റു കാര്യങ്ങളൊക്കെ. എന്തായാലും വളരെ സന്തോഷമായി. മിക്കുള്ള ക്ലാസ്സിൽ ഞാൻ ഈ സമയത്തൊക്കെ ഉറങ്ങാറാണ് പതിവ്, പക്ഷെ ഇന്ന് ഫുൾ എനർജി
സുഹൈന മാമിന്റെ ക്ലാസ് ഫുൾ എനർജി ആയിരുന്നു, അടിപൊളിയായിരുന്നു. മാഷാ അല്ലാ. എന്തായാലും നമ്മൾ ചെയ്യുന്ന കാര്യമാണെങ്കിലും പിന്നെ പിന്നെ ഓർമ്മിപ്പിക്കുമ്പം അതിന് കുറച്ചുകൂടെ പവർ പോകും. ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ ചെയ്യാനൊരു പ്രചോദനം. അതേസമയം ചെയ്യാത്ത നമ്മളപ്പോ ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് കുറച്ചുകൂടി പവർ വരും. അപ്പൊ എന്തായാലും വീണ്ടും വീണ്ടും ഇതൊക്കെ ഓർമ്മിപ്പിച്ചതിനും ഹലോ, താങ്ക്സ്. ചെറിയൊരു കാര്യം പറയട്ടെ. സുഹൈന മാം ഓക്കെ. ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല എല്ലാ പോയിന്റ്സുകളും നല്ല അടിപൊളി പോയിന്റ്സ് തന്നെയായിരുന്നു. പിന്നെ മെഡിറ്റേഷന് കാര്യങ്ങളൊക്കെ നമ്മളിൽ ഉള്ളത് കൊണ്ട് ആ ഒരു അതെ. രീതിയിൽ അങ്ങനെ പോകുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ. പിന്നെ ഇവരെ ഈ ഒരു പിങ്ക് ജോബിനെ കുറിച്ചിട്ട്, ഈ ഒരു പേഡിനെ കുറിച്ചിട്ട് ഒക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ട്. കാരണം ഞാനൊരു റെസിഡൻഷ്യൽ ക്യാമ്പസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ മാം പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഡെയിലി. ഈ ഒരു ഇൻഫെക്ഷന് കാര്യങ്ങൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഇതിനെക്കുറിച്ച് ഇതിന്റെ ക്ലാസ്സുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്കാനും താല്പര്യമുണ്ട്. അപ്പൊ ജാസ്മിൻ മാമിന്റെ നമ്പർ ഒന്ന് കിട്ടിയാൽ നന്നായിരുന്നു. നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലേ? പിങ്ക് ജോബിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലില്ലേ നിങ്ങള്? ഇല്ല ഇല്ല. ഇല്ല. അപ്പൊ നബില മാമിന്റെ അതിന്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഹായ് അയച്ചാൽ മതി. 8086 8086 71 46 ഓക്കെ. 79 46 79 8086 71 46 79. ഓക്കെ ഓക്കെ. ഒരു ഹായ് വിട്ടാൽ മതി. ഓക്കെ ഓക്കെ മാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മാമിനും ഈ പിങ്ക് ജോബിന്റെ എല്ലാവർക്കും ഞാൻ സന്തോഷങ്ങളും നന്ദിയും ഒക്കെ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മൾ എപ്പോ വിളിച്ചാലും ഓടി വരുന്ന ഒരാളാണ് സുഹൈന മാം. താങ്ക് യു വെരി മച്ച്. നമ്മള് സന്തോഷങ്ങളാണ്. ലാസ്റ്റ് 79 ആണോ പറഞ്ഞേ? 79 ലാസ്റ്റ് 79 80 86 71 46 79. ഓക്കെ. ജാസ്മിൻ ഒന്ന് ചാറ്റ് ബോക്സിൽ അയച്ചാ പോരായിരുന്നു നമ്പർ? ക്ലിയർ ആവുമായിരുന്നല്ലോ. ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ. അതെ ജാസ്മിൻ മാം, ഞാൻ ലീവ് ചെയ്തോട്ടെ? ലീവ് ചെയ്തോ. നമ്മുടെ ക്ലാസ്സും കഴിയാറായി. ഓക്കെ. കാരണം എന്താ അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സെലീന മാം, സുനിത മാം. എന്താ സമീഹ മാം? സുനിത മാം കയറിയിട്ടില്ല. എന്താ അവസ്ഥ സുനിത മാമിന്റെ? ഇപ്പൊ മരിച്ചിട്ട് 10 ദിവസം ആവണല്ലേ ഉള്ളൂ. എൺപത് 86 71 46 79. ഓക്കെ, എന്നാല് എല്ലാവർക്കും സന്തോഷം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിള്ളേരൊക്കെ വിളിക്കാനുള്ള സമയമൊക്കെ ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. സെലീന മാം. എന്താ സമീഹ മാം, എന്താ ചോദിച്ചേ? ഇല്ല, സുനിത മാമിന്റെ കാര്യം ഞാൻ ചോദിച്ചതാ. മരിപ്പായിരുന്നെന്ന് അറിഞ്ഞു. പിന്നെ അതിനുശേഷം ഞാനൊന്നും ചോദിച്ചില്ല. അതാ ചോദിച്ചതേ. ആയതുകൊണ്ടേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ അവള് കേറുള്ളൂ. അറിയാം. ഒരു മിനിറ്റ് ജാസ്മിൻ, റെക്കോർഡ് ഓഫ് ചെയ്താവളെ. സംസാരിക്കാം. ഇതിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യും. മീറ്റിംഗ് എൻഡ് ചെയ്യണേ. ഓക്കെ എന്നാ.